പരിഹാരമാണ്. കാരണം ഇത് കഴിഞ്ഞ ഫ്ലഡിനേക്കാളും രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. കച്ചവടക്കാർക്കെല്ലാം വല്ലാതെ ബാധിക്കുന്നു. 3 വീടുകൾ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഷീലയുടെ ഉൾപ്പെടെ. അടിയന്തരമായി നഗരസഭ ഉദ്യോഗസ്ഥരെത്തി തെളിയിച്ചില്ല എങ്കിൽ, നീരൊഴുക്ക് സുഗമമാക്കിയില്ല എങ്കിൽ വലിയ ബാധ്യതയാകും ജനങ്ങൾക്കെല്ലാം. അതുകൊണ്ട് അടിയന്തരമായി ഇതൊരു പാഠമാണ്. ഞങ്ങളുടെ കച്ചവട നഷ്ടം എന്ന് മാത്രമല്ല, ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. അപ്പുറത്തെല്ലാം വീടുകളിലെല്ലാം വെള്ളത്തിനടിയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. തെളിയിക്കാന്നല്ലാതെ വേറെ മാർഗം പരിപാടി ഇതിനകത്തില്ല. NH കൂടി ഒഴുകി വരുന്ന അധികമുള്ള വെള്ളം ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി കാണകൾക്കില്ല. കാണകളുടെ നടുവിൽ നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നു. അടിയന്തരമായി നഗരസഭ കത്ത് കൊടുക്കൽ മാത്രമല്ല വേണ്ടത്, അത് ക്ലിയർ ചെയ്യാൻ. നാളെ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടതാണ്. പെരുമ്പടന്ന ജംഗ്ഷനിൽ മാത്രമല്ല, പറവൂർ നഗരസഭയിൽ പല ഭാഗത്തും ഇപ്പൊ തെക്കേ നാലുകളിലുണ്ട്, പെരുമ്പടന്ന ജംഗ്ഷനിൽ നമ്മുടെ 2-3 കടയുടെ അകത്ത് തന്നെ ഐശ്വര്യ എന്നുള്ള ഹോട്ടലിന്റെ കിച്ചണിൽ വരെ വെള്ളം കയറിയിരിക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ്. അത് അടിയന്തരമായി തന്നെ പറവൂർ മുനിസിപ്പാലിറ്റി ഈ തെളിയിച്ച് മൂടിയേക്കുന്നവരുടെ എല്ലാം തന്നെ തെളിയിച്ച് മാറണം. അല്ലാതെ തൽക്കാലത്തേക്ക് വന്ന് സ്ലാബ് മാറ്റി വെള്ളം കളഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാം, മഴ തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ഈ 3 ദിവസം കൊണ്ട് തന്നെ കാര്യമല്ല. ഫ്ലഡ് വന്നപ്പോ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു ഇതുപോലെ വെള്ളമൊക്കെ കയറിയത്. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു തോട്, പെരുമ്പടന്ന ജംഗ്ഷന് തെക്കോട്ട് പോകുന്ന വലിയൊരു തോട് ഏതാനും ചില വ്യക്തികള് ഏകദേശം 50 മീറ്ററോളം അടച്ചു കെട്ടിയിരിക്കുകയാണ്. അത് സുഗമമായ നീരൊഴുക്ക് തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് ജംഗ്ഷനിലും എന്റെ ഷോപ്പിലും കിച്ചണിലും ഒക്കെ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിന് ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരമാണ് ആവശ്യം. ഏതാനും വ്യക്തികൾക്ക് നോട്ടീസ് കൊടുത്താൽ ഇവിടെ പ്രശ്നങ്ങൾ തീരില്ല. ഉദ്യോഗസ്ഥന്മാര് നേതൃത്വത്തില് JCB കൊണ്ടുവന്ന് അത് ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുള്ളത് ശരിയാക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇനി വരുന്ന മഴകളിലെല്ലാം ഇതുപോലുള്ള രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരമാണ് അധികാരികളുടെ മുന്നിൽ നമ്മൾ പറയുന്നത്.